ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സും ആക്ടിവിറ്റീസും സമ്മറിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡിയുടെ ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പീച്ചിൽ കൂടുതലായിട്ടും സംസാരിക്കുന്നത് വുമന്റെ റോളിനെ പറ്റിയിട്ടാണ്. ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിൽ വുമന്റെ റോള് എത്രത്തോളമാണ്, അതുപോലെ വുമണ് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ, തുല്യ അവസരങ്ങൾ കൊടുത്താൽ എങ്ങനെയെല്ലാം ഈ വേൾഡിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു 3 L's. നമ്മളെ ടൈറ്റിലുള്ള 3 L's എന്തൊക്കെയാണ്? അത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയാണ്. ഓക്കെ ആണല്ലോ. വുമൺ ഫോം ഹാഫ് ഓഫ് ഹ്യൂമാനിറ്റി ബട്ട് കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ എക്കണോമി. അതായത് സ്ത്രീകൾ നമ്മളെ ടോട്ടൽ പോപ്പുലേഷന്റെ ഹാഫും സ്ത്രീകളാണ്, പക്ഷെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് ജോലിയുടെ കുറവ്, അതുപോലെ ഇൻകം കിട്ടുന്നതിന്റെ കുറവ്, എല്ലാം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. പെർ ക്യാപിറ്റ ഇൻകം ഫാൾസ് വെർ വുമൺ ലാക്സ് ഓപ്പർച്യൂണിറ്റി. പെർ ക്യാപിറ്റ ഇൻകം ഓഫ് കൺട്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ഓഫ് ദി കൺട്രി, മൊത്തം ഈ കൺട്രിയിലെ ആൾക്കാരുടെ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി. ആ സമയത്താണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. ഈ ഒരു സാധനം എന്താണ്? വളരെ കുറയാണ്. കാരണം വുമൺ ലാക്സ് ഓപ്പർച്യൂണിറ്റീസ്, വുമണിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ഇൻകവും ഇല്ല. അതുവഴി നമ്മളെ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം താഴുന്നുണ്ട്. ദ 3 L's ഓഫ് എംപവർമെന്റ്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ആ ഒരു സമയത്താണ് ഈ ഒരു 3 L's ഓഫ് എംപവർമെന്റ്. ഈ 3 L's എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ്, അതായത് എഡ്യൂക്കേഷൻ അല്ലെ. എല്ലാവർക്കും എന്താണ്? ഒരുപോലെ എഡ്യൂക്കേഷൻ കൊടുത്താൽ എന്താണ്? എംപവർമെന്റ് സാധ്യമാവും. അതുപോലെ തന്നെ ലേബർ, എംപ്ലോയ്മെന്റ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക അല്ലെ. അവർക്ക് എന്താണ്? ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ജോബ് ചെയ്യാനുള്ള ഒരു ഈക്വൽ വേജ് കൊടുക്കുക, സാലറിയും എന്ത് ചെയ്യുക? ഈക്വൽ ആക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ലീഡർഷിപ്പ്, അതൊരു വലിയ ഘടകമാണ്. അത് ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലേക്കൊക്കെ സ്ത്രീകളെയും എന്ത് ചെയ്യാം? നിയമിക്കുക. അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ അവരെ ബൂസ്റ്റ് ചെയ്യുക. ലീഡർഷിപ്പ് എന്ത് ചെയ്യാം? കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വുമൺ അച്ചീവ് പൊട്ടൻഷ്യൽ. എഡ്യൂക്കേഷൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്ത്രീകളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ, അതായത് നമ്മളെ സാധ്യതകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് വുമൺ ബ്രേക്ക് എക്സ്ക്ലൂഷൻ ആൻഡ് അപ്ലിഫ്റ്റ് സൊസൈറ്റി. എന്താ പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ബ്രേക്ക് ചെയ്യും? ഈ മാറ്റി നിർത്തലുകൾ, സൊസൈറ്റിയിൽ നിന്ന് എന്താണ് മാറ്റി നിർത്തുന്നത്, ഒഴിവാക്കുന്നത് എല്ലാം എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ സൊസൈറ്റി എന്താണ്? അപ്ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക, ഗ്രോ ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത് എഡ്യൂക്കേറ്റഡ് വുമൻസ് ഉണ്ടെങ്കിൽ. ലേബർ ഗിവ്സ് വുമൺ ഇൻഡിപെൻഡൻസ് ആൻഡ് ഗ്രോത്ത്. അതായത് ഒരു തൊഴിൽ, ഒരു ലേബർ, അതെന്താണ് കൊടുക്കുന്നത്? വുമണിന് ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഉയർച്ചയും കൊടുക്കുന്നുണ്ട്, വളർച്ചയും ഒക്കെ ഈ ലേബർ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്. ഓക്കെ. വുമൺ ഓഫൻ സ്റ്റക്ക് ഇൻ ലോ പെയ്ഡ് അല്ലെങ്കിൽ ഇൻസെക്യൂർ ജോബ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? വുമണ് സ്റ്റക്ക് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ. എവിടെ? ഈ ഒരു ലോ പെയ്ഡ്, അതായത് കുറഞ്ഞ സാലറി കിട്ടുന്ന ജോബിൽ സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടച്ചുറപ്പില്ലാത്ത ജോലി എന്ന് പറയില്ലേ, ഏത് നിമിഷവും പിരിച്ചുവിടുന്ന ഒരു സെക്യൂർ അല്ലാത്ത ജോബിലും എന്ത് ചെയ്യുന്നുണ്ട്? വുമണ് സ്റ്റക്ക് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്ലോബലി വുമൺ ഏൺ ലെസ് ദാൻ മെൻ ഫോർ സെയിം വർക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? സെയിം വർക്ക് ആയിരിക്കും മെന്നും വിമനും ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താണ്? ഒരാൾക്ക് എന്താണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നു, മറ്റേ ആൾക്ക് എന്ത് ചെയ്യുക? കുറവ് ഏൺ ചെയ്യുക. അതായത് സാലറിയിൽ എന്താണ് ഡിഫറൻസ്? സെയിം ജോബിന് എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? സാലറി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി നീഡ്സ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് ഈക്വൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? ഈക്വൽ പേയ്മെന്റും കൊടുക്കണം അല്ലെ. രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്നു, പക്ഷെ അവർക്ക് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പാടില്ല. അത് ഇക്വാലിറ്റി അല്ല അല്ലെ. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? ഈക്വൽ പേയ്മെന്റ് തന്നെ കൊടുക്കണം എന്നാ പറയുന്നത്. ക്ലോസിംഗ് ജെൻഡർ ഗ്യാപ്സ് ബൂസ്റ്റേഴ്സ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം. അതായത് ബോയ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വേജ്, അത് നേരെ ലേഡീസ് ആവുന്ന സമയത്ത്, വുമൺ ആവുന്ന സമയത്ത് അവർക്ക് കുറയാന്നുള്ള ഈ ഒരു സംഭവം, ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്താൽ തന്നെ നമ്മളെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്, വളർച്ച സാധ്യമാവുന്നത്.
ലീഡർഷിപ്പ് ലെറ്റ്സ് വുമൺ റൈസ് ആൻഡ് യൂസ് ടാലന്റ്. അതായത് ലീഡർഷിപ്പിലേക്കൊക്കെ വുമണിനെ എത്തിക്കണം. അതായത് ലീഡർഷിപ്പിൽ എത്തുന്ന സമയത്തെ വുമൺ എന്താണ് കുറേയും കൂടെ ഉയരാനും അവരുടെ ടാലൻസ് കാണിക്കാനും ഉപയോഗിക്കാനും പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് എന്താണ് വയസ്സായിട്ട് ചിന്തിച്ചാൽ ഈ ഒരു ഇക്വാലിറ്റി അതായത് ഇക്വാലിറ്റി ഇല്ലാത്തതെല്ലാം എന്താണ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ജെൻഡർ ഗ്യാപ്സ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയുന്നത്. വുമൺ ലീഡേഴ്സ് വാല്യൂ ഇൻക്ലൂഷൻ, കമ്പാഷൻ, സസ്റ്റൈനബിലിറ്റി. വുമൺ ലീഡേഴ്സ് എന്ത് ചെയ്യും, ഈ ഇൻക്ലൂഷന് വാല്യൂ കൊടുക്കും. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എന്താണ് ഇൻക്ലൂഡ് ചെയ്യാം. ട്രൈ ടു വർക്ക് ടുഗെദർ, അതായത് ബാക്കിയുള്ളവരെ കെയർ ചെയ്യുക, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അതേഴ്സിനോടുള്ള ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു അനുകമ്പ. പിന്നെ അതുപോലെ സസ്റ്റൈനബിലിറ്റി, അവരെന്താണ് ലോങ് ടേം പ്രോഗ്രസിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക എന്നാണ് പറയുന്നത്. ബാരിയേഴ്സ് ആൻഡ് ലോ കോൺഫിഡൻസ് ഹിൻഡർ ലീഡർഷിപ്പ്. ഈ ഒരു ബാരിയേഴ്സ്, തടസ്സങ്ങളും കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഈ ഒരു ലീഡർഷിപ്പിൽ നിന്ന് തടയുന്നത്. ഈ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ലെ, ഇക്വാലിറ്റി ഇല്ലായ്മ. വുമൺ മസ്റ്റ് ഡെയർ ദ ഡിഫറൻസ് ആൻഡ് ടേക്ക് റിസ്ക്. വുമൺ എന്ത് ചെയ്യണം, ഈ ഒരു റിസ്ക് എല്ലാം എടുക്കണം. റിസ്ക് ഒക്കെ എടുത്തിട്ട് തന്നെ ബോൾഡ് ആയിക്കൊണ്ട് തന്നെ നിൽക്കണം. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനും ഈ ഒരു എന്താണ് തടസ്സങ്ങളൊക്കെ മാറ്റി ലീഡർഷിപ്പിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരാൻ പറ്റുമെന്നാണ് പറയുന്നത്. A prejudice-free world benefits all through women's empowerment. ഈ prejudice free വേൾഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷാപാതമില്ലാത്ത ലോകം. അതായത് അൺഫെയർ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ഇതൊന്നും ഇല്ലാത്തൊരു ലോകം. ഇതിലെന്താണ് സ്ത്രീകൾക്ക് എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് അവർക്ക് എംപവേർഡ് ആവാനും പറ്റും. അതുപോലെ വുമണിന് മാത്രമല്ല അത് ബെനിഫിറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും എന്താണ് സമൂഹത്തിന് തന്നെ പുരോഗമിക്കാൻ പറ്റാണ് ചെയ്യുന്നത്. സമൂഹം തന്നെ, സൊസൈറ്റി തന്നെ അപ്ലിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വുമൺ എംപവേർഡ് ആവുന്നതോടൊപ്പം എന്താണ് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. അതുപോലെ ഇഷ്ടമായിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് സമ്മറി ആക്ടിവിറ്റീസ് എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.